ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാത്രി നല്ല മഴയും കാറ്റുമായിരുന്നു കേട്ടോ. കുറേ വാഴ ഒടിഞ്ഞു പോയി. പിന്നെ മുറ്റം നിറയെ മാവലയും കരിയിലയും ഒന്നും പറയണ്ട. ആകെപ്പാടെ എട്ടിൻ്റെ പണി കിട്ടി. കരിയിലയും മാവലയെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം തളിരാണ് പൊഴിഞ്ഞേക്കുന്നത് കേട്ടോ. ഇന്നലെ രാത്രി നല്ല സൂപ്പർ മഴയായിരുന്നു. മഴ മാത്രമല്ല, നല്ല ഒന്നാന്തരം കാറ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇടിയും മിന്നലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് കണ്ട പാതി കാണാത്ത പാതി നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക കലയായ മുറ്റമടിയിലേക്ക് പ്രവേശിച്ചു. ഓടി നടന്ന് ചടപട ചെയ്തു. ആരും എഴുന്നേറ്റിട്ടില്ലായിരുന്നു. ഞാനാ രാവിലെ എഴുന്നേൽക്കുന്നത്. ഈ രാത്രി ഒരു 1:30-2 മണി വരെയൊക്കെ എനിക്ക് OET റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ് ഉണ്ടാവും, അതർ ട്രെയിനേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ 2 മണിയൊക്കെ. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി മടിച്ചിയാണ് ഞാൻ. എന്നാലും ഞാൻ തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. നമ്മുടെ താമരക്കുളത്തിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. അതിൻ്റെ തൊട്ടിപ്പുറത്താണല്ലോ നമ്മുടെ മാവ് നിൽക്കുന്നത്. ആ മാവിൽ നിന്നുള്ള തളിരിലകളാണ് ഈ വീഴുന്നത് മുഴുവൻ. പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ മാവിൻ്റെ തളിരിലയുണ്ടല്ലോ, നല്ല ഒന്നാന്തരം വളമാണ്. ഇത് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ തളിരില കിട്ടുമ്പോൾ, അല്ലേ തന്നെ ഈ കരിയില കിട്ടുമ്പോഴെല്ലാം ഞാൻ അത് രാവിലെ ഈ മുറ്റമടിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ തൂത്തുവാരി കൂട്ടി ഗ്രോ ബാഗിനകത്ത് നിറച്ച് വെക്കും. ഏകദേശം ഒരു 2-3 ഗ്രോ ബാഗ് വരെ നിറയ്ക്കാനുള്ള കരിയിലയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. എനിക്ക് രാവിലെ സമയമുള്ള ദിവസങ്ങളിലാണ് ഞാൻ ഈ മുറ്റോടി കലാപരിപാടി ചെയ്യുന്നത്. അതർവൈസ് വൈകുന്നേരങ്ങളിലാണ് മിക്കവാറും ഈ മുറ്റോടിയൊക്കെ നടത്തുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ മുറ്റം അടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനത് ഗ്രോ ബാഗിനകത്ത് നിറച്ച് വെക്കും. എന്നിട്ട് വൈകുന്നേരങ്ങളിൽ ഞാനും നന്ദുക്കുട്ടനും കൂടെ അതിനകത്ത് മണ്ണ് നിറച്ച് വെക്കും. ഒരാഴ്ചയോളം. ചിലപ്പോൾ കുമ്മായമൊക്കെ ഇച്ചിരി ഒന്ന് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും നടുവൊക്കെ ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രോ ബാഗ് മേടിച്ച് നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മണ്ണ് നിറയ്ക്കും. പിന്നെ അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ട് വെക്കാമല്ലോ. അപ്പോൾ വെറുതെ എന്തിനാ ഈ കരിയിലയും പച്ചിലയൊക്കെ കളയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന കാര്യമല്ലേ. നല്ല കമ്പോസ്റ്റാണ് ഈ കരിയിലയൊക്കെ ഇട്ട്. കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വളമാണ്. ഞാനങ്ങനെ കമ്പോസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യാറില്ല. ഞാനിങ്ങനെ ഡയറക്റ്റ് നമ്മുടെ ഗ്രോ ബാഗിനകത്ത് നിറച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ചെടി നടുവാണ് ചെയ്യുന്നത്. എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നടുവാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ താമരക്കുളത്തിന് ചുറ്റുമുള്ള ഏരിയ മുഴുവനും ക്ലീൻ ചെയ്തു. അവിടുന്നും കുറേ കിട്ടിയായിരുന്നു. കുറേ നല്ല പച്ച മാവല കിട്ടി. ഇതെല്ലാം നിറച്ച് ഗ്രോ ബാഗിനകത്ത് സെറ്റാക്കി വെച്ചു. ഈ മുറ്റോടി എന്ന് പറയുന്നത് ബോറ് പരിപാടിയാണെങ്കിലും അത് ശരീരത്തിന് നല്ലതാണ് കേട്ടോ. സമയമുള്ളവർക്ക് നല്ലതാണേ. വരികയും കയ്യും കാലും ഒക്കെ സ്ട്രെച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ. പക്ഷെ നമ്മൾ പോലും അറിയാതെ. സമയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലേ. സമയമുള്ളപ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാനുള്ള അത്യാവശ്യം പച്ചിലയും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇതെല്ലാം കൂട്ടി വെച്ചു. ഈ ഇല പൊഴിഞ്ഞത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഒരു 3-4 വാഴ ഒടിഞ്ഞായിരുന്നു. ഇവിടെ ഞങ്ങൾ ജൈവ രീതിയിൽ തന്നെയാണ് എല്ലാ കൃഷികളും ചെയ്യുന്നത്. നമ്മുടെ വീടിന് ചുറ്റുപാടുമായിട്ടും തൊടിയിലും പറമ്പിലും എല്ലാം നമ്മൾ ഈ മഞ്ചേരി കുള്ളൻ വാഴ വച്ചിട്ടുണ്ട്. നമുക്ക് 6 മാസം തന്നെ ഈ കൊല വെട്ടാൻ പറ്റും. ആ രീതിയിലാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കൊല വെട്ടിയിട്ടുള്ളത്. നമ്മുടെ പറമ്പിൽ ഏകദേശം 18 കിലോ ആണ് മാക്സിമം തൂക്കം കിട്ടിയിട്ടുള്ളത്. ഇത് യൂഷ്വലി കണ്ടുവരുന്നത് ഒരു 13, 14, 15, അതിനപ്പുറത്തേക്ക് പോകാറില്ല. ഇവിടെ ജൈവ കൃഷിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല അടിവളം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ അതിൻ്റെ ടൈം അനുസരിച്ച് വളം ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 18 കിലോ മാക്സിമം നമുക്ക് ഒരു കൊലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ലോക്കലി ഉള്ള കടകളിലൊക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആവശ്യക്കാർ വീട്ടിൽ വന്നും എടുത്തുകൊണ്ട് പോകാറുണ്ട്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ പരസ്യം ഇടുമ്പം തന്നെ നമുക്ക് കോള് വരാറുണ്ട്. ചിലപ്പോൾ ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കും. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് കൊല എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ. അവധി ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും കൂടും. അച്ചയുടെ കഷ്ടപ്പാടാണ് ഇതിലൊരു 95%. ബാക്കി ഒരു 5% ഞങ്ങളുടെയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിപ്പം ചേട്ടായി തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. കണക്കിൽ ഞാൻ ഭയങ്കര മിടുക്കി ആയതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ അച്ഛ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നതൊക്കെ. ഇന്നിപ്പോൾ ഒരു 6 കൊലയാണ് ഞങ്ങൾ വിറ്റത്. പിന്നെ ചേട്ടായും നന്ദുക്കുട്ടനും കൂടെയാണ് ഇത് വിൽക്കാനായിട്ട് പോകുന്നത്. കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് ഞാനും നന്ദുക്കുട്ടനും ചേട്ടായി എല്ലാവരും കൂടെ അച്ഛയെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ഡിക്കിയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അച്ചുക്കുട്ടൻ പറയുന്ന ചേട്ടായിയാണ് എൻ്റെ അച്ചു. അച്ചുക്കുട്ടനും നന്ദുക്കുട്ടനും കൂടെയാണ് ഇത് വിൽക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സന്തോഷകരമായ കാഴ്ച. ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബമാണ്. അച്ഛ, അമ്മച്ചി, ഞാൻ, ചേട്ടായി, ഞങ്ങളുടെ നന്ദുക്കുട്ടൻ. പിന്നെ നന്ദുക്കുട്ടന് 2 ആൻറ്റിമാരാണുള്ളത്.
രണ്ട് കൊച്ചച്ചന്മാർ, ഈ രണ്ട് ആൻറ്റിമാർക്കും രണ്ട് പിള്ളേർ വീതമുണ്ട്. മൂത്തയാൾക്ക് 2 ആൺപിള്ളേർ, ഇളയാൾക്ക് 2 പെൺപിള്ളേർ. അവരൊക്കെ വരുമ്പോഴാണ് ഇവിടെ ശരിക്കും ഓണം. ആക്ച്വലി വർഷത്തിൽ ഒരിക്കലല്ല ഞങ്ങൾക്ക് ഓണം, അവർ വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ഓണമാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ബൈ ബൈ.